PCOS എന്ന പേര് മാറ്റി ഇപ്പോൾ PMOS അതായത് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നായത് നിങ്ങളിൽ പലരും അറിഞ്ഞു കാണും അല്ലേ? ഈ ഒരു പേരുമാറ്റത്തിന്റെ കാരണം രോഗത്തിന്റെ സ്വഭാവം മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ മാറ്റം വന്നത് കൊണ്ടോ ഒന്നുമല്ല. നമ്മൾ ഈ ഒരു കണ്ടീഷനെ അപ്രോച്ച് ചെയ്യേണ്ട രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടാണ്. PCOS അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഈ ഒരു പേര് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു. ആക്ച്വലി ഈ ഒരു കണ്ടീഷനിൽ സിസ്റ്റ് ഒന്നും ഓവറിയിൽ ഇല്ല. അതുപോലെ ഇത് ഓവറിയെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഗൈനക്കോളജിക്കൽ പ്രോബ്ലം മാത്രമല്ല എന്നൊക്കെയാണ് ഈ ഒരു പേരുമാറ്റം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ മെറ്റബോളിസത്തെയും ഒരു കൂട്ടം ഹോർമോൺസിനെയും ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ്, സ്ട്രെസ്, ഒബിസിറ്റി, സ്കിൻ ഇഷ്യൂസ്, ഇൻഫെർട്ടിലിറ്റി, മെൻസ്ട്രൽ കംപ്ലയിൻസ്, ഡയബറ്റിക് റിസ്ക്, അതുപോലെ കാർഡിയാക് റിസ്ക്, ഇതൊക്കെ കൂടിയിട്ടുള്ള ഹോർമോണൽ പ്ലസ് മെറ്റബോളിക് പ്ലസ് ഒവേറിയൻ കണ്ടീഷനാണ് PMOS. അതുകൊണ്ട് തന്നെ ഇവിടെ മെഡിസിൻസിൻ്റെ കൂടെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ജീവിതശൈലിയിൽ കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരിക എന്നത്. ഇത് തന്നെയാണ് PMOSൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച്. ഈ ഒരു പേര് മാറ്റം കൊണ്ട് മാത്രം ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്